നമസ്കാരം. എന്റെ പേര് ഏഞ്ചലിന മജോ. ഞാൻ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിക്കുന്നു. കൊച്ചേട്ടന്റെ കത്ത്. പ്രിയ DCL കൂട്ടുകാരെ, അന്ന് രാത്രിയിലാണ് ആശുപത്രിയിലേക്ക് പോയത്. പ്രകാശിൽ നിന്ന് തങ്കമണി വരെ പലരും ചേർന്ന് കട്ടിലിൽ അമ്മയെ ചുമന്നുകൊണ്ടുപോയി. തങ്കമണിയിൽ നിന്നും കാൽവരി മൗണ്ടിലേക്ക് ജീപ്പിലാണ് കൊണ്ടുപോയത്. അപ്പോഴുണ്ട് പെരുമഴ. വഴി ഇന്നത്തെ പോലെ ഒന്നുമല്ല, വെറും ചെന്മണ്ണ് പാത. മഴ പെയ്യുമ്പോൾ ചെളി കുഴിഞ്ഞ മണ്ണിൽ കൂടിലൂടെ ജീപ്പ് കയറ്റം കയറാൻ കൂടെ വന്നവർ ജീപ്പിൽ നിന്നിറങ്ങി തള്ളും. അങ്ങനെ 2-3 കിലോമീറ്ററുകൾ പെരുമഴയത്ത് വണ്ടി തള്ളിയാണ് കാൽവരി മൗണ്ടിൽ എത്തിച്ചത്. അവിടെ നിന്ന് കട്ടപ്പന സെന്റ് ജോൺസ് മിഷൻ ആശുപത്രിയിലേക്ക് പറന്നു. അവിടെ എത്തിയപ്പോഴേക്കും അമ്മച്ചിക്ക് പ്രഷർ കൂടി, ശരീരം കോച്ചിപ്പോയി. 2 മണിക്കൂർ കൊണ്ട് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ചിലപ്പോൾ അമ്മയും കുഞ്ഞും മരിക്കില്ല. പിന്നെ ദൈവം തമ്പുരാനെ എന്ന് വിളിച്ചൊരു പോക്കാണ്. അന്ന് KK റോഡ് ഇന്നത്തെ പോലെയല്ല. വളവും തിരിവും കുണ്ടും കുഴിയുമാണ്. വീതി തീരെ കുറവും. അങ്ങനെ പറന്നു പോകുമ്പോൾ അമ്മയുടെ ബോധം പോയി. എല്ലാവരും ജീപ്പിൽ നിന്ന് നിലവിളിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ അതാ ഒരു വലിയ പാണ്ട് ലോറി വലിയ തടികളുമായി ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്നു. ജീപ്പിന് ഓവർടേക്ക് ചെയ്യാനുമാവില്ല. ആകെ ടെൻഷൻ, കൂട്ടക്കരച്ചിൽ. കുറെ കഴിഞ്ഞാണ് ഒരു കേറിപ്പോകാൻ പറ്റിയത്. അങ്ങനെ ഒരു തരത്തിൽ മുണ്ടക്കയത്തെത്തി. അവസാനം ഓപ്പറേഷൻ, കൂടാതെ പ്രസവം. അന്നേരമാണ് അറിഞ്ഞത് ഇരട്ടക്കുട്ടികളാണ് എന്ന്. അമ്മയ്ക്ക് ബോധം തെളിഞ്ഞത് 2 ആഴ്ച കഴിഞ്ഞാണ്. പ്രിയ കൂട്ടുകാരെ, ഇത്രയും വായിച്ചപ്പോൾ ഇതെന്തു കഥയാണ്, ഇതാരുടെ കഥയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് മറ്റാരുടെയും കഥയല്ല. ഇത് എന്റെ പിറന്നാൾ കഥയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ ഏതാണ്ട് കഴിഞ്ഞ 50-ലേറെ വർഷങ്ങളായി ഞങ്ങളുടെ അച്ചാച്ചനും അമ്മച്ചിയും എല്ലാ പിറന്നാൾ ദിനത്തിലും ഞങ്ങളോട് പറഞ്ഞിരുന്ന പിറന്നാൾ നാളിന്റെ കഥയാണിത്. കേട്ടു കാണാപ്പാടുമായിട്ടും കഴിഞ്ഞ വർഷവും ആദ്യം കേട്ടതുപോലെ ഞങ്ങൾ ആവേശത്തോടെയും അത്ഭുതത്തോടെയും കൂടെ കേട്ട കഥയാണിത്. കൂട്ടുകാരെ, നമുക്കും എല്ലാവർക്കും പിറന്നാളുണ്ട്. നമ്മൾ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നമ്മൾ പിറന്നാൾ ആർക്കാണോ ഹാപ്പി ബർത്ത്ഡേ ആകുന്നത്, പിറന്ന നാളിൽ നമുക്കത് ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. എന്നിട്ടും നമ്മൾ ചീവീട് കരയുന്നത് പോലെ നീണ്ട വായിൽ നിലവിളിക്കുകയായിരുന്നല്ലോ. പിറക്കുമ്പോൾ കുട്ടി കരയണം. കരഞ്ഞില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പിറന്ന ദിനം നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഹാപ്പി ഡേ ആയിരുന്നു. ഇത് വായിക്കുന്ന നിങ്ങൾ ഒന്നറിയണം, നിങ്ങൾ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത ആ ദിവസത്തിന് ഒരു കഥയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പപ്പായും മമ്മിയും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവുകയില്ല. നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കാൻ, നിങ്ങളുടെ ജീവിതം സന്തോഷഭരിതമാക്കാൻ നിങ്ങൾ അറിയാതെ മാതാപിതാക്കളും മറ്റുള്ളവരും എടുത്ത കണക്കില്ലാത്ത കഷ്ടപ്പാടുകളുടെ ഓർമ്മയാണ് നമ്മൾ പലരും ഹാപ്പി ബർത്ത്ഡേ എന്ന് വിളിക്കുന്നത്. വളരുമ്പോൾ നമ്മൾ പിറവി നൽകിയവരെ മറന്നേക്കാം, എന്നാൽ അവർ മറക്കില്ല. നമ്മുടെ പിറവിയും നമ്മുടെ അറിവിനും സുബോധത്തിനും മുമ്പ് കാട്ടിക്കൂട്ടിയ അസഹനീയമായ സകല വികൃതികളും അവർ ഒരിക്കലും മറക്കില്ല. ഇന്ന് അച്ചാച്ചൻ മരിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളിലും 1ാമത്തെ ഹാപ്പി ബർത്ത്ഡേ ഓർമ്മകൾ പറന്നു വരുന്നുണ്ട്. ആ ദിനത്തിലെ കാറ്റിലുകളിൽ പോലും മുഴങ്ങുന്നുണ്ട് ആ ശബ്ദം. നിങ്ങളുടെ ജനനത്തിന്റെയും ജീവിതത്തിന്റെയും കഥകൾ ഇന്ന് തന്നെ ചോദിച്ചറിയാൻ തുടങ്ങുക. ഇത് കേൾക്കാൻ സമയം കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ അറിയും നിങ്ങൾ അങ്ങനെ ഇന്നത്തെ നിങ്ങളായി എന്ന്. ആ അറിവാണ് മക്കളെ ജീവിതത്തിന്റെ നിറവ്. ആശംസയോടെ സ്വന്തം കൊച്ചേട്ടൻ. നന്ദി, നമസ്കാരം.